ഹായ് ഹാൾ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചതാണ്. ഇങ്ങനെ ഒരു മൗണ്ടെയിൻ ഏരിയയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ബുക്കിറ്റ് ബേഗു എന്നാണ് അതിൻ്റെ പേര്. നമ്മളെ വയനാട് അല്ലെങ്കിൽ ഈ മൂന്നാർ ഇടുക്കി മേഖല ഉള്ളതുപോലെയുള്ള ഒരു മലനിരകളാണ്. ഫുൾ ഹെയർപിൻ ബെൻഡുകളായിട്ട് ചോരാണ്. രാവിലെ തന്നെ ആളുകൾ സൈക്ലിങ് കാര്യങ്ങൾ എന്നൊക്കെ ചെയ്തിട്ട് വരികയാണ്. കുറേ ആളുകളോട് ഇരിക്കുന്നുണ്ട്, റെസ്റ്റിലാണ്. ഹായ്, ഗുഡ് ഗുഡ് ഗുഡ്. ഇവരെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. പ്രാക്ടീസ് വർക്കൗട്ട്, അവരെ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ടൈമാണ് ഇവിടെ. ഒരു പോയിൻ്റാണ്. രാവിലെ തന്നെ ആളുകൾ, ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇത് ചെറിയൊരു യാത്രൻ്റെ ഇടയിലുള്ള ഒരു തങ്ങാനുള്ള ചെറിയൊരു പോയിൻ്റ്, അതാണിത്. ബുക്കിറ്റ് ബേഗു. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണാം, ഇടക്ക് കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ. പിന്നെ ഓരോ ഹെയർ പിന്നുകളും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം ഒരു 5 or 2 ഹെയർ പിന്ന് കഴിയുമ്പം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഏരിയകൾ, അതുപോലുള്ളൊരു ഭാഗമാണിത്. കണ്ടോ, ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു പ്രതിമയാണ് കേട്ടോ. പല ഭാഗത്തും ഞാനിത് കണ്ടിട്ടുണ്ട്, സിറ്റിൻ്റെ ഭാഗത്തൊക്കെ. ഇതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയിൽ മനസ്സിൽ നിൽക്കണില്ല. അപ്പോൾ ഇതെല്ലായിടത്തും ഉണ്ട്. ഇത് സിറ്റിൻ്റെ ഭാഗത്തും ചില ഏരിയകളിലൊക്കെ ഇതിൻ്റെ ഈ പ്രതിമ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ഇതിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചയാണിത്, ഹൈറ്റിൽ നിന്നുള്ള. താഴേക്ക് പോകുന്ന റോഡൊക്കെ ഉണ്ടോ, ഇന്തോനേഷ്യൻ റോഡുകൾ, ബ്രിഡ്ജസ്, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇവർ അടിപൊളിയാണ്. അതൊന്നും മോശമില്ല. ഇവരെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ വളരെ ഉഷാറാണ്. നമ്മൾ വിചാരിക്കണ പോലല്ല ഇവിടുത്തെ ഈ കൺട്രി. ഇവരെ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം നമ്മളെന്താണോ ഇവരെക്കുറിച്ച് വിചാരിച്ച് വെച്ചിരുന്നത് വരുന്നതിൻ്റെ മുന്നേ അതിലേറെ എത്രയോ ഉഷാറാണ് സംഭവങ്ങൾ. എന്തായാലും ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. രാവിലെ തന്നെ മഞ്ഞ് മൂടി ചെറിയ കോടയാണ്. കോടൻ്റെ ഒരു സംഭവങ്ങൾ മൂടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു മങ്ങൽ വരുന്നത്. താഴെ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. താഴെ ആളുകൾ രാവിലെ തന്നെ സൈക്ലിങ്ങിനൊക്കെ ഇറങ്ങിയ ആളുകളാണ്. അവിടെ ചെറിയ ചെറിയ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഇല്ല സ്നാക്സോ എന്തെങ്കിലും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ഇനിയും മുകളിലേക്ക് അവർക്ക് ഒരുപാട് പോകാണ്ട്. നമ്മളെ പോലെ തന്നെ നമ്മൾ ബൈക്കുമല്ലാന്നുള്ളൂ, അവർ സൈക്കിളിലും. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം, അടുത്ത ഭാഗത്തേക്ക് പോവുക. ഇനി ഇവിടെ മുകളിൽ വേറെ ഒരു ഫ്രൂട്ട് ഫാം അങ്ങനെ എന്തൊക്കെയാണുണ്ട്. ഫ്രൂട്ട് ഫാം അങ്ങനെ വേറെ സംഭവങ്ങളൊക്കെ കാണാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ഇവർ പറയണത് നമുക്ക് കഴിയിട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ തന്നെ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു പോക്കാണിത്, ഒരു എക്സ്പ്ലോറേഷനാണ്. എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ. അപ്പം പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത പോക്കാണ്. അപ്പോൾ എന്താണ് കാണുന്നത് അത് ഷൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റില്ല അതാണ് ഇതാണ് അവിടെ ഉണ്ടാകുക എന്നുള്ളത്. നമ്മൾ പോകുക, അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴൊക്കെ നമുക്കതൊരു വീഡിയോ ആക്കാം. എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്. സൈക്ലിങ്ങിൻ്റെ ആളുകളാണ്, ഇവരെ കണ്ടതാണ് പോകുന്ന വഴിയിൽ. അതും കൂടി ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച്. ഒരു ഗ്യാങ്ങാണ് ഇവർ, ഫ്രണ്ട്സ് ഗ്രൂപ്പാണ് ഇവരെ. അങ്ങനെ പല ആളുകൾ വന്നവർ ഇവിടെ ഈ കയറ്റത്തിൽ വന്നിട്ട് നിർത്തിയിട്ട് മറ്റുള്ള ആളുകൾ ഇവിടെ കൂടുതലുള്ള ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യാണ്. Foto? Hindi. മൻഗുനാൻ.
Mangunan. 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 Ngang. Yeah. Ang. That is famous destination here. Yes. This place is Mangunan. Pinus Forest. Forest. Pinus. Pinus. Pine forest. What is the address of Pinus? Yeah. ഇവിടെ നിന്നാണ് അപ്പോൾ പോകേണ്ടത്. ഇത് ഒരു പ്രധാന ഒരു ജംഗ്ഷനാണ് ഇവിടുത്തെ മങ്കുനാൻ. ഇവിടുന്ന് കണ്ടില്ലേ ഓരോ ഭാഗത്തേക്ക് പോകേണ്ട സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ഏരോ മാർക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് തിരിഞ്ഞു പോകണം. ഒരു പൂച്ചക്കുട്ടി നമ്മുടെ അടുത്തേക്ക് വന്നിന്. തറവളില്ല, പാവാണ്, ഒറ്റക്ക് എന്താ ചെയ്യാ. Pine Forest. Okay, bro. ഇതൊരു ഹിൽ സ്റ്റേഷൻ, ഹൈ റേഞ്ച് ഏരിയയാണ്, നമ്മുടെ നാട്ടിലുള്ള പോലുള്ള കൃഷികളൊക്കെ ഉള്ളത്. കെബൂൻ ബുഹ മങ്കുനാൻ. മങ്കുനാൻ എന്ന സ്ഥലത്തുള്ള കെബൂൻ ബുഹ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രൂട്ട് ഫാമാണ്. ഫ്രൂട്ട് ഫാം എന്നാണ് അതിൻ്റെ അർത്ഥം, കെബൂൻ ബുഹ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കാണാനാണ് ഇപ്പോൾ നമ്മൾ പോണത് എന്നാണ് നമ്മളെ ഫ്രണ്ട് പറയണത്. ഇത് കണ്ടോ, നമ്മളെ അവിടെ ഉള്ളത് പോലെ തന്നെ, നാട്ടിലുള്ളത് പോലെ തന്നെയാണ് സംഭവങ്ങൾ. മലനിരകളിൽ നിന്ന് താഴേക്ക് നോക്കിയാലുള്ള കാഴ്ച നാട്ടിലുള്ളത് പോലെ കൃഷികളും കാര്യങ്ങളും താഴ്വാരങ്ങളും ആയിട്ട് കിടക്കുകയാണ്. ഈ റോഡ് അങ്ങനെ നീണ്ടു പോവാണ്. നമുക്ക് ലേശം കൂടെ ട്രാവൽ ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. അങ്ങനെ ഫ്രൂട്ട് ഫാമിൻ്റെ ഉള്ളിൽ അകത്തെത്തി നമ്മൾ കേട്ടോ. ഇതാണ് ഉള്ളിലുള്ള കാഴ്ച. ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒരു ഫ്രൂട്ട് ഫാം അല്ല. ഇത് ഒരു കാടാണ്, ഭയങ്കര ഒരു മലമ്പ്രദേശത്തിൻ്റെ ചെരിവുള്ളൊരു ഫാമാണ്. നമ്മൾ ഫാം എന്ന് കരുതിയപ്പോൾ ഞാൻ കരുതിയത് ചെറിയ ഏതെങ്കിലും ടൈപ്പ് ഫാമുകളാവുന്ന. ഇത് അതിവിശാലമായിട്ട് കിടക്കണ ഒരു ഫാമാണ്. കുറച്ച് അപ്പുറത്ത് റംബൂട്ടാൻ ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കണ്ടു, അവിടെ നിർത്താൻ കഴിഞ്ഞില്ല, അങ്ങനെ പോന്നു. ഇതാ ഇങ്ങനെ ഓരോ സംഭവങ്ങളുടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ ഏരിയകൾ എന്തൊക്കെ ഫ്രൂട്ടുകളാണുള്ളത്. പക്ഷേ ഇതൊക്കെ ഇവരെ ഭാഷ ആയതുകൊണ്ട് എന്താ മനസ്സിലാണില്ല. ഇതിങ്ങനെ കണ്ടോ, ഈ താഴേക്ക് അങ്ങനെ പോകണം, രണ്ട് സൈഡിലും പിന്നെ ഫ്രൂട്ടുകൾ അങ്ങനെ കിടക്കുകയാണ്. എല്ലാതരം ഫ്രൂട്ടുകളുണ്ട്. ഫ്രൂട്ടുകൾ പറഞ്ഞപ്പോൾ വാഴ മുതൽ അങ്ങനെ എല്ലാ സംഭവങ്ങളും കൃഷി ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവർ. ഇത് എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല ഇതിൻ്റെ വിസ്തൃതി. എന്തായാലും പോയി നോക്കുക ബൈക്കിൽ കുറച്ചും കൂടെ. കബിൻ ജറൂഖ് ബ്രോ, ജറൂഖ് ഓറഞ്ച് 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 യെസ്, ജറൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ചാണ്. പിന്നെ വേറെന്തോ ഒരു സാധനമുണ്ട്, സിർസാക്ക്, അതാണ് ഇവിടെ ഈ ഭാഗത്ത്. വരുന്ന കിടക്കുന്നത് ഓറഞ്ചും പിന്നെ വേറെന്തോ ഒരു ഫ്രൂട്ടുമാണ്. ജറൂഖ് പറഞ്ഞാൽ ഓറഞ്ചാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു പോണ്ട് പോലെ ഉണ്ട്. ഇതിൽ ചെറിയ ആമ്പൽ, താമര പോലെയുള്ള സംഭവങ്ങളൊക്കെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട് രാവിലെ തന്നെ. പിന്നീട് അങ്ങനെ പോകുക തന്നെയാണ്. ഇത് വിശാലമായിട്ട് കിടക്കുകയാണ്. പല ആളുകളും വരുന്നുണ്ട്, ടൂറിസ്റ്റുകളൊക്കെ വണ്ടിയിലൊക്കെ സഞ്ചരിച്ചിട്ടിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. സംഭവം നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്, ഒരു വ്യൂ പോയിൻ്റാണ്. സാധാരണ ഇവിടെ മഞ്ഞുണ്ടായിട്ടുണ്ട് എന്നാണ് പറയണത്, കോട. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല ഇന്ന്. ഓക്കെ ഓക്കെ, ഇതാണ് ഇവിടുന്ന് ഉള്ള വ്യൂ ആണിത്. ഇവിടെ ഇവർ വന്നിട്ട് ഫോട്ടോ എടുക്കേണ്ടിയിരുന്നു, രണ്ടാളുകൾ. നമുക്ക് മാറി തന്നാണ് കാണാൻ. ഓക്കെ, താങ്ക് യു. തെർമാക്കാസി. ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. പേരുണ്ടല്ലോ, കെമ്പൂൻ ബുഹ
Mangkunan. ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. Pisang goreng. Pisang goreng. Ya, pisang goreng. Oh. Pisang goreng mendoan. Manduang spesial. Ya, tempe. Tempe. Tempe goreng. Tempe goreng. Ya, pakai tepung. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ താഴേക്ക് ഇറങ്ങി പോയി നോക്കട്ടെ. ആ വ്യൂ പോയിന്റിൽ നിന്ന് വേറൊരു വഴിയിലൂടെ താഴേക്ക് ഇറങ്ങാൻ കേട്ടോ. ആ കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ പോകണോണ്ട് ആളുകൾ ഇങ്ങനെ എത്തിത്തുടങ്ങുന്ന സ്ഥലത്ത് ടൈമിൽ തന്നെ നമ്മൾ എത്തുന്നുണ്ടല്ലോ എടുത്തും. അവിടെയൊക്കെ ആളുകളുണ്ട്. ഓരോ സെക്ഷനാണ്, ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാണ്. ഇവിടുന്ന് നമ്മൾ താഴേക്ക്. ഓക്കെ, അങ്ങനെ ആ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴേക്ക് വന്നപ്പം കാണുന്ന കാഴ്ചയാണിത്. നല്ല ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വ്യൂ ആണിത്. ഓ, പരന്ന് കിടക്കണത് കണ്ടില്ലേ? താഴ്വാരം, ഒരു താഴ്വാരം, താഴെ കൂടെ നദികളൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഭയങ്കരം തന്നെ കേട്ടോ. നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. ഇപ്പോൾ വീഡിയോയിൽ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഒന്ന് ആളുകൾ കാണുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുക അതിൻ്റെ ഭംഗിയും ആ ഒരു ഫീലും. മനോഹരം, ബ്യൂട്ടിഫുൾ. താഴെ കണ്ടില്ലേ നദികളൊക്കെ പോകുന്നുണ്ട് മലനിരകൾക്കിടയിലൂടെ. ആളുകൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാണ്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. അവർക്ക് വല്ല റീൽസിനോ ഇൻസ്റ്റാഗ്രാമിനോ ഒക്കെ ആയിരിക്കാം. പിന്നെ ഇതുപോലുള്ള വഴികൾ വേറെ ആ സൈഡിലുണ്ട്. താഴേക്ക് ഇറങ്ങുന്ന പല ഭാഗത്തിലായിട്ട് ഈ മൗണ്ടൈൻ്റെ സൈഡിലേക്ക് ഇതുപോലുള്ള വഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലൊരു വഴി നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ പല ഭാഗത്തിലൂടെ ഇറങ്ങുകയാണെങ്കിൽ പല തരത്തിലുള്ള കാഴ്ചകൾ, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. താഴേക്ക് ഉണ്ടോ, ഒരു സൈഡിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ മലയുടെ താഴെ കണ്ടോ, അതിന് ചാരിട്ട് തന്നെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളി കാഴ്ച. Lalu ahli dapur